നാലാമത്തെ ആൾ ഇപ്പോൾ വന്നിട്ട് 3 മാസമായുള്ളൂ. ആളുടെ പേര് തന്നെ വളരെ സ്പെഷ്യലാണ്, മിഖായേൽ എന്നാണ്. ഇപ്പോൾ പലരും ഈ പേര് ചോദിച്ചപ്പോൾ ആൺകുട്ടിയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പെൺകുട്ടിയാണ്. ഈ മിഖായേൽ എന്ന് പറയുന്ന ആ ഒരു പേര്, എല്ലാ പേരും ഈശോ പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആ പേര് നമ്മുടെ അന്ത്യകാലത്തിൽ മിഖായേൽ മാലാഖയ്ക്ക് വലിയൊരു ദൗത്യം ഈ ലോകത്തെ ഒരുക്കുന്നതിന് വേണ്ടിയുണ്ട്. അതുകൊണ്ട് ആ പേര് പറഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് ആ പേരിട്ടു. മിഖായേലിന് ഞാൻ കണ്ടേക്കുന്ന ഒരു പ്രത്യേകത, 3 മാസമായിട്ടുള്ളൂ, പക്ഷേ അത്ഭുതകരമായ ദൈവിക ചൈതന്യം ആ കുഞ്ഞിൻ്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞ് വന്നപ്പോഴും എൻ്റെ ശുശ്രൂഷയിലും ചില മാറ്റങ്ങൾ കാണാൻ ഞാൻ ഇടയായി. ആ കുഞ്ഞിലൂടെയാണ് ശരിക്കും ഈ ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റുഡിയോ പോലും അവൾ വന്നേ പിന്നെയാണ് ഉണ്ടായത്. വീടിൻ്റെ പണി, ഒത്തിരി അനുഗ്രഹങ്ങൾ മിഖായേലിലൂടെ ഉണ്ടായി. അത് മാത്രമല്ല, ഞാൻ അവൾ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് മിഖായേൽ മാലാഖയുടെ പെരുന്നാളിൻ്റെ ആ ദിവസത്തിൻ്റെ തിരുനാളിൻ്റെ സമയത്ത് എനിക്ക് അന്നൊരു വിഷൻ കിട്ടിയതാണ്. ഇങ്ങനെ ഇതേപോലെ ഉദരത്തിലിരിക്കുന്ന പെൺകുട്ടിയാണ്, മിഖായേൽ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജെഫിൻജനോടത് ഷെയർ ചെയ്തു. ആദ്യത്തെ കുഞ്ഞ് സാറ, അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെയാണ് അവളെ ഞങ്ങൾ പരിഗണിക്കുന്നതൊക്കെ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു അച്ചടക്കം അവളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികളെക്കാളും എല്ലാം ഒരു അച്ചടക്കത്തോടെ അവൾ കണ്ട്, ഒരു ശാന്തത കൊണ്ട് പഠിക്കുന്ന സ്കൂളിൽ ഞാൻ ചെന്നപ്പോഴും ടീച്ചർ പറഞ്ഞൊരു കാര്യം ഇതാണ്: സാറ വളരെ ക്വയറ്റാണ്, വളരെ സൈലൻ്റാണ്. സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അങ്ങനെ വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്നു. അതേപോലെ തന്നെ സാറ് പഠിക്കുന്നതിനേക്കാൾ ഉപരി എന്തെങ്കിലും സാധനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി, ഇപ്പോൾ ഒരു 2-3 വേസ്റ്റ് മെറ്റീരിയൽസ് എന്തെങ്കിലും അവളുടെ കളിപ്പാട്ടങ്ങൾ വേസ്റ്റ് മെറ്റീരിയൽസ് ഇട്ട് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് അവളിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടി മറിയം, പരിശുദ്ധ അമ്മയുടെ പേര് തന്നെയാണ് അവൾക്ക് ഇട്ടിരിക്കുന്നത്. മറിയം എന്നാണ് പേരെങ്കിലും വളരെ വികൃതിയാണ് അവൾ LKG-യിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. എന്ത് കയ്യിൽ കിട്ടിയാലും അതൊന്ന് അഴിച്ചു നോക്കുക, അതൊന്ന് പണിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള പല കാര്യങ്ങളും എന്താ പറയുക, ഭയങ്കര ആക്റ്റീവാണ് ആൾ. മൂത്ത കുട്ടിയേക്കാളും കുറച്ചൊരു പക്വത രണ്ടാമത്തെ കുട്ടിക്ക്, മറിയത്തിന് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, മറിയം ജനിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് പെങ്കൊച്ചിനൊക്കെ തരുവാണെങ്കിൽ അമ്മയുടെ പേര് ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട്. എന്നാലും ഞങ്ങൾ ആ സമയത്ത് പോലും ഒരു ഞെറുക്കെടുപ്പിലൂടെയാണ് ഇത് കണ്ടത്. അപ്പോഴും മാതാവിൻ്റെ പേര് തന്നെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് ഈ പേരിട്ടതും. അടുത്ത ആൾ, മൂന്നാമത്തെ ആൾ ഹന്ന എന്നാണ് പേര്. ഹന്നയ്ക്കിപ്പോൾ 3 വയസ്സായി. ഹന്നമോളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് അവൾക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പ, അമ്മ, അപ്പച്ചൻ, അമ്മച്ചി എല്ലാവരോടും അവൾക്ക് ഭയങ്കര സ്നേഹമാണ്. എല്ലാവരെയും കാണണം. ഇപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് 3 വയസ്സേ ഉള്ളൂ, അവൾ പറയും, അപ്പം സൂക്ഷിച്ചു പോണേ. ഞാൻ ശരിക്കും ആദ്യമായിട്ട് ഇത് കേട്ടപ്പോൾ ഞാനും വണ്ടടിച്ചു പോയി. കാരണം ഒരു വലിയ ആൾ പറയുന്ന പോലെ അപ്പം സൂക്ഷിച്ചു പോണേ. അത്ര ഒരു സ്നേഹം ആ കുട്ടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഹന്നയിൽ. അവളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വിധത്തിലുള്ള ശല്യമില്ല. ഇപ്പോൾ ചേച്ചിമാർ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും അവളുടെ ആ പ്രായത്തിനനുസരിച്ച് അവൾ ഒറ്റയ്ക്കിരുന്ന് കളിച്ചേക്കും. കൂടുതലായിട്ട് ഒരു വിധത്തിലും നമ്മളെ ശല്യപ്പെടുത്താനോ ഒന്നിനും വരില്ല. അതുപോലെ തന്നെ ഇപ്പോൾ 4ാമത്തെ കുഞ്ഞിൻ്റെ അടുത്തായാലും ചേച്ചിമാരില്ലാത്ത സമയത്ത് ഒത്തിരി നേരം കൊച്ചിനെ കളിപ്പിക്കാറുണ്ട്. ഇവള് കൈകൊട്ടി കാണിച്ചും കളിപ്പിച്ചും കെട്ടിപ്പിടിച്ച് കിടന്നും അങ്ങനെ ഒത്തിരി സ്നേഹം. അതെങ്ങനെ ഈ പ്രായത്തിൽ അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട്. ഭയങ്കര സ്നേഹം ആ കുഞ്ഞിനോട് പോലും അവൾ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്.